മെയിനായിട്ട് എന്നാ സംഭവം എന്ന് പറയാ, ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗോപിച്ചേട്ടന്റെ കടയിൽ ഒരു സാധനം ആവശ്യപ്പെട്ട് ഇവിടെ വന്നു. അതായത് എന്ത് മറ്റേ പേര് മറന്നില്ല, അക്കൽബാരി തേങ്ങ എന്ന് പറയും അതിന്, തേങ്ങ. അതായത് ഒരു ആയുർവേദ മരുന്നിൽ പെട്ട സംഭവമാണ് അത്. ഞാൻ ആലുവയിലുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അയാളെ എന്താ പറഞ്ഞു വിട്ടു. അപ്പൊ മൂവാറ്റുപുഴയിൽ വന്നപ്പോ എല്ലാ കടയിലും ഞാൻ കയറിയ ഒരു സ്ഥലത്തും കിട്ടിയില്ല. അവസാനം ഒരാൾ പറഞ്ഞു നമ്മുടെ ഗോപിച്ചേട്ടന്റെ കടയിലുണ്ടെന്ന്. അത് കറക്റ്റ് ആയിരുന്നു ചേട്ടാ. 5 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടേ അക്കൽബാരി തേങ്ങ എന്ന് പറഞ്ഞ ഒരു സാധനം മേടിച്ചു. അതിപ്പോഴും ഉണ്ടോ നിലവിലിവിടെ? ഉണ്ടോ? ഒന്ന് കാണിച്ചു തരാമോ? സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിലുള്ള ഗോപിച്ചേട്ടന്റെ പച്ചമരുന്ന് കടയിലാണ്. അതായത് ഇതുണ്ടോ, ഗോപീസ് ആയുർവേദ പൂജ വേൾഡ്. അപ്പൊ ഈ കടയിലെ കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഈ കട എന്ന് പറഞ്ഞ ഒരു സാധാരണ കടയല്ല, ഇത് പച്ചമരുന്ന കടയാണ്. പക്ഷെ ഇവിടെ കിട്ടൂലാത്ത ഒരു ഐറ്റം ഇല്ല. പലചരക്ക് വേണമെങ്കിൽ പലചരക്ക് കിട്ടും, സ്റ്റേഷനറി വേണമെങ്കിൽ സ്റ്റേഷനറി കിട്ടും, ലേഡീസ് സെന്റർ ലേഡീസ് ഐറ്റം വേണമെങ്കിൽ അത് കിട്ടും. അങ്ങനെ ഒരുപാട് ഐറ്റം ഒന്ന് വന്നേ കാണിച്ചു തരാം. ചേട്ടാ നമസ്കാരം. ഉണ്ടോ? എന്നാ വിശേഷം? അതെ, നിങ്ങളെ കടയൊന്നും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ കയറി, അപ്പൊ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം കാണുന്നില്ല. അതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അതല്ലേ, റോഡ് പണി ആരച്ച് ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പൊ ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? 87 കൊല്ലായി. 4ാമത്തെ തലമുറയാണ്. 2 പേരെന്നായിരുന്നു? പ്രദീപ്, ഗോപി. അതാണ് ഗോപീസ് ആയുർവേദം എന്ന് ഇട്ടേക്കണേ. അപ്പൊ ആയുർവേദമായ എല്ലാവിധ മരുന്നുകളും ഉണ്ട്, പച്ചമരുന്നുകളും. ഒരുമാതിരിയല്ല, ഒരുവിധം എല്ലാ ഐറ്റം ഇവിടെ കിട്ടും. കാരണം കണ്ടറിയാലോ, ഒരു പലചരക്കാണ്. അരിയൊക്കെ ഇല്ലേ, പഞ്ചസാര, ഉപ്പ്, മുളക്. ഇവിടെ ഇല്ലാത്ത എന്നാ ഒന്ന് പറയാമോ? ഇറച്ചി മീനും ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. എന്റെ പേരെന്നാ? ശങ്കർദേവ്. വീട് എവിടെയാ? കൽക്കട്ട. നമ്മളെ ഗോപിച്ചേട്ടന്റെ അടുത്ത് എത്ര വർഷമായിട്ടുണ്ട്? 10 വർഷമായി. അപ്പൊ ശരിക്കും ഇപ്പൊ മലയാളമുള്ളൂ, മലയാളിയായി അല്ലേ? അപ്പൊ നമ്മുടെ ഗോപിച്ചേട്ടന്റെ കടയെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിചയപ്പെടലല്ല, ഇവിടെ ഒരുപാട് ഇവിടെ ഇല്ലാത്ത ഒരു ഐറ്റം ഇല്ല, അതാണ് ഒരു സംഭവം. പച്ചക്കറി ഇല്ലാന്ന്, പലചരക്ക് എല്ലാ ഐറ്റം ഉണ്ട്, ലേഡീസ് ഐറ്റം ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, ആയുർവേദം ഉണ്ട്, എന്ന് വേണ്ട ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതെന്താ സംഭവം തന്നെ? അത് ഇത് ശംഖുപുഷ്പം. ശംഖുപുഷ്പം. ഇതൊക്കെ പച്ചമരുന്നിൽ പെട്ടതാണ്. അപ്പൊ ശങ്കര, ഇതൊക്കെ തന്നെ ഈ പാട്ടയെ കൂടെ വെച്ചേക്കണേ? എല്ലാ ആയുർവേദിക് ഔഷധികളാണല്ലേ? മറുതണ്ടി. ഇതന്നേതാ? ഇത് ലന്തക്കുരു. ലന്തക്കുരു. ഇതിന്റെ പേരെന്ന് പറയാൻ പാടില്ല. ഈ ചിറ്റഫലം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ? പിന്നെ നിങ്ങൾ ഈ ആയുർവേദ മരുന്ന് ഉണ്ടാക്കി കൊടുക്കലുണ്ടോ? നമ്മളിപ്പോ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ചീട്ടും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മരുന്നാക്കി തന്നോളൂ, അങ്ങനെയുണ്ടോ? എല്ലാം റെഡിയാക്കി തരും. എല്ലാം റെഡിയാക്കി. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടോ? അത് ഗോപിച്ചേട്ടന്റെ കട എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ കേട്ടോ. ഇതുണ്ടോ, ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് പണ്ട് നമ്മളെ ചില്ലുകുപ്പിക്ക് ഇടുന്ന ഒരു കാർക്കാണ്. കാർക്കല്ലേ ഇത്? അതായത് നമ്മൾ അടപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ കാർക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇതൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം ഇല്ല. ഇതിലൊക്കെ ഒരുപാട് ലോഡ് കണക്കിന് ചെറ്റക്കയിലാട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് പവിഴക്കൊമ്പ് വരെ ഇവിടെ കിട്ടും കേട്ടോ. പവിഴത്തിന്റെ കൊമ്പാണിത്. ഇതാണ് സുഹൃത്തുക്കളെ, ഇത് മക്കോട്ട് ദേവ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കടെയാണ്. ഇത് നമ്മുടെ ഷുഗറിന് വേണ്ടിയിട്ട് തിളപ്പിച്ച് കുടിക്കണം, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കണം. ഇത് പുതിയൊരു ഐറ്റം ആണിത്. മെയിനായിട്ട് എന്നാ സംഭവം എന്ന് പറയാ, ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗോപിച്ചേട്ടന്റെ കടയിൽ ഒരു സാധനം ആവശ്യപ്പെട്ട് ഇവിടെ വന്നു. അതായത് മറ്റേ പേര് മറന്നില്ല, അക്കൽബാരി തേങ്ങ എന്ന് പറയും അതിന്, തേങ്ങ. അതായത് ഒരു ആയുർവേദ മരുന്നിൽ പെട്ട സംഭവമാണ് അത്. ഞാൻ ആലുവയിലുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അയാളെ എന്താ പറഞ്ഞു വിട്ടു. അപ്പൊ മൂവാറ്റുപുഴയിൽ വന്നപ്പോ എല്ലാ കടയിലും ഞാൻ കയറിയ ഒരു സ്ഥലത്തും കിട്ടിയില്ല. അവസാനം ഒരാൾ പറഞ്ഞു നമ്മുടെ ഗോപിച്ചേട്ടന്റെ കടയിലുണ്ടെന്ന്. അത് കറക്റ്റ് ആയിരുന്നു ചേട്ടാ. 5 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടേ അക്കൽബാരി തേങ്ങ എന്ന് പറഞ്ഞ ഒരു സാധനം മേടിച്ചു. അതിപ്പോഴും ഉണ്ടോ നിലവിലിവിടെ? ഉണ്ടോ? ഒന്ന് കാണിച്ചു തരാമോ? അല്ല, ഇതാണ് നമ്മുടെ ഒരുവിധം കേരളത്തിൽ ഒരുവിധം ആയുർവേദ കടയിൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വില കൂടുതലാണ്. ഇത് എന്താ സ്വർണത്തിന്റെ വില വരും? അത് അതായത് എന്ത് വില വരും ചേട്ടാ? 1 കിലോയ്ക്ക് ഏകദേശം 1.25 ലക്ഷം രൂപ വരുന്ന ഒരു തേങ്ങയാണ് ഇത്. കണ്ടോ, അക്കൽബാരി തേങ്ങ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ആ സാധനം വരെ ഇവിടെ കിട്ടും. അതാണ് നമ്മുടെ ഗോപിച്ചേട്ടന്റെ പച്ചമരുന്ന് കട. കണ്ടോ, പിന്നെ വേറൊരായിട്ട് ഇതുണ്ട്, അരികലാറ് ജീരകം. അതായത് നമ്മള് സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ചതച്ചിട്ട് അതിനകത്ത് ഇടുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ മിക്സ് ആക്കി ഒരു വച്ചേക്കുവാണ്. ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ഇടിച്ച് ചതച്ചെടുത്താൽ മതി. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. നിങ്ങൾ സ്പെഷ്യലാണല്ലേ? താഴെ മാത്രമല്ല കേട്ടോ, എല്ലാം മുകളിലും കൂടെ ഉണ്ട്. മുകളിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇതങ്ങനെ ഒരുപാട് ആയിട്ടുണ്ട്. 2 സൈഡിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സാധനങ്ങൾ ഇരിക്കും കേട്ടോ. അപ്പൊ ഇതാണ്ട് ഒരുപാട് പ്രതിമകളുണ്ട്, ഫോട്ടോസ് ഉണ്ട്. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന മാലകളുണ്ട്.
പിന്നെ അങ്ങനെ ആയുർവേദവുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും ഇതുണ്ടോ മുണ്ടുണ്ട്, മുണ്ട തോർത്ത ഇതുണ്ടോ കോരുകൊട്ട, പഴയ കാലത്തെ കോരുകൊട്ടയാണ് ഈറ്റ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം. മൊറം, പിന്നെ ചിരട്ടക്കയില് എന്ന് വേണ്ട ഒരുപാട് സാധനം. ചൂല്, പ്രതിമകളൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. പ്രതിമകളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ, ചെറുതും വലുതുമായ ഒരുപാട് പ്രതിമകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരി. പച്ചമരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഗോപിച്ചേട്ടന്റെ കടയിൽ കിട്ടും. പച്ചമരുന്നുണ്ട്, അത്യാവശ്യം പലചരക്ക്, സ്റ്റേഷനറി, ലേഡീസിന്റെ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പൊ ഈ ഗോപിച്ചേട്ടന്റെ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. കടയുടെ പേര് ഗോപീസ് ആയുർവേദ പൂജ വേൾഡ്.